കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഫോം ബോർഡോ ഈ ഏതെങ്കിലും ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫോം ബോർഡാണ്. ഫോം ബോർഡ് ഇതേപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്ലോത്താണ്. ഞാൻ ഇവിടെ ബ്ലാക്കിൽ ഒരു വൈറ്റ് ഡോട്ട് വരുന്ന ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. കോട്ടനാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ ആയിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് എടുക്കാം. ഞാനിത് കുറച്ചും കൂടി കാണാൻ രസമുള്ളതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഇതെൻ്റെ ഫേവറേറ്റ് ടോപ്പായിരുന്നു. പിന്നെ എൻ്റെ ആവശ്യം കൊണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പേൾസ് ആണ്. ആ പേൾസൊക്കെ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ സൈഡിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ പേൾസ് വെക്കുന്ന സ്റ്റെപ്പ് അത്ര സിമ്പിളല്ല. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. നമ്മളത് ചെയ്ത് തുടങ്ങുമ്പോഴേ അതിൻ്റെ കഷ്ടപ്പാട് തിരിയുള്ളൂ. ഏതൊരു വർക്കിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടല്ലോ. പേൾസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മിറർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിററൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പേൾസും ചെണ്ടൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു നൂലിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് നമുക്ക് വാളിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. വാളിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത്ര ഭംഗി വീഡിയോ കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.